ഏയ് എന്തിനാ കരയുന്നേ? കരയുന്നതിനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പൊക്കോട്ടെ. എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്? എന്നെ ആര് പിടിച്ചു വെച്ചു? പക്ഷേ ഞാൻ പറഞ്ഞ എനിക്ക് പോണം. ചെറുപ്പം തൊട്ട് എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായി. എന്റെ അപ്പനമ്മ അതൊക്കെ എനിക്ക് വാങ്ങിച്ചെന്നെ വഷളാക്കി. ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടേ അതിനെ കിട്ടാതിരുന്ന വല്ലാത്തൊരു മനപ്രയാസം. വേണമെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് തന്നെ എന്താ കണ്ടു ചെയ്യാം. പക്ഷെ അതിന്റെ സുഖമില്ല. ഒരേ ഒരു വട്ടം, ഒറ്റ പ്രാവശ്യം. കരയായിത്തീരും ഞാൻ ഉലകിൽ മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ തീരാത്ത രൂപത്താളി സൂറത്തായി നീ ഇന്നലെ വന്നപ്പോ തൊട്ട് നീ ഭൂമിക്കറി കവടിച്ചിരിക്കുക. നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എന്തിനീ കരയാണേ? എന്നുവെച്ചാ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2-2:30 ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നായിരുന്നു. എന്നിട്ട് നീ ഇപ്പഴാണോ കാണാൻ? അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അവിടെ ആരും
ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്ന് നീയോടെ എന്നെ കുറ്റപ്പെടുത്ത്. അന്നേ ഞാൻ പറഞ്ഞതാ ഞാനും കൂടെ വരാന്ന്. അപ്പൊ ആരെങ്കിലും കണ്ട കുഴപ്പമാവെന്ന് പറഞ്ഞ് നീ സമ്മതിച്ചില്ല. എന്നിട്ട് നീ ഇത് വീട്ടുകാരോട് പറഞ്ഞോ? ചേച്ചിയോട് ഞാൻ പറഞ്ഞു. അമ്മയോട് ഞാൻ ഇത് എങ്ങനെ പറയാം? നമുക്കൊരു പരാതി കൊടുത്താലോ? അവൻ ആരാ എന്താ എന്നൊന്നും അറിയാതെ പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരാതി കൊടുത്തിട്ട് എന്തിനാ? ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങാനോ? എന്നിട്ട് അവരെല്ലാരും കൂടി എനിക്കൊരു പേരിടും, അതിജീവിത. എന്തായാലും ഞാനിതോർത്ത് കരഞ്ഞോണ്ടിരിക്കാനൊന്നും പോണില്ല. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. Yeah. സത്യം പറ, എന്തോ ഉണ്ടല്ല ഉടക്കിയാവുന്നത് വീണ്ടും. പിന്നെ ഒരു കാര്യമില്ല, നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറില്ലേ ടീച്ചർ സ്ഥലം മാറിപ്പോയി. അപ്പൊ പകരം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി സാറ് വന്നിട്ടുണ്ട്. സാറ് ദേഷ്യക്കാരനാണ് കേട്ടെ. നമുക്കൊന്ന് പോയി കണ്ടാലോ? എനിക്കറിയാൻ കാണണ്ട. കുറച്ചു നേരം ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ മനസ്സിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു. നീ അതിന് എന്നോട് എന്തിനാ ഇങ്ങനെ ചൂടാൻ പറയും? ഇതല്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൈൻഡ് എന്തോ ഓക്കെയല്ല. കുറച്ചു നേരം ഒറ്റയ്ക്ക് ശരിയാ. ഓ മൂഡ് സ്വിങ്സ്. നീ ഒറ്റയ്ക്ക് ഓക്കെ ആകും. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോകുക. ഓക്കെ ആകുമ്പോ വന്നേക്കും കേട്ടോ. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? എന്താ നിന്റെ വിഷയം? ഫോൺ വിളിച്ചോട്ട് എടുക്കത്തൂല. ഈ സ്കൂള് മാറണമെന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരെ എന്റെ ലൈഫിൽ കാണരുതെന്ന് ആഗ്രഹിച്ചോ അയാളാണ് ഇപ്പൊ എന്നെ സാറായിട്ട് വന്നേക്കണേ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എടി സ്കൂള് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ചോദിക്കില്ലേ? അവര് കാര്യങ്ങളൊക്കെ അറിയില്ലേ? പിന്നെ നീ അവരൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ ആ സ്കൂളിൽ പോയി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരും. എന്നാ നീ പോയി എന്തേലും ചെയ്യേ. നീ കുറെ കരാട്ടെ പഠിച്ചതല്ലേ? അതിനൊക്കെ പോയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി നീ കൂടി എന്നെ കുറ്റപ്പെടുത്ത്. അല്ല, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എനിക്കൊന്ന് സമാധാനം. പണ്ട് ഞാൻ സ്കൂളിൽ പോകുകയും ഒരുത്തൻ ആ വഴിക്ക് വന്ന് നിൽക്കുകയും
എന്നെ കാണാൻ ഒരു ദിവസം അവന്റെ കൈക്ക് കയറി പിടിച്ചു. പേടിച്ചിട്ട് ഓടി മാറാൻ നോക്കിയപ്പോ ഞാൻ പോയി ചെളിയിൽ വീണു. ഇത് ഞാൻ അപ്പനോട് പറഞ്ഞപ്പോ അപ്പം മിണ്ടാണ്ട് എഴുന്നേറ്റ് പോയി. അന്ന് രാത്രി അപ്പം കയറി വന്നത് കയ്യിലൊരു ചാക്കുകൊണ്ട്. പിറ്റേന്ന് അപ്പനെ തപ്പി പോലീസുകാർ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണേ ചാക്കിലവന്റെ വലത്തേ കയ്യായിരുന്നു. ആ അപ്പന്റെ മോളാ ഞാനാ നിന്നോട് പറയുന്നത്. ഒരുത്തൻ അനുവാദം കൂടാതെ നിന്റെ കൈക്ക് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി നമ്മൾ തോന്നണം. അതിനു വേണ്ടതെല്ലാം ഞങ്ങൾ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഇനി ഒരിക്കലും ഒരിക്കലും അവൻ ഒരാളുടെയും ദേഹത്ത് തൊടരുത്. ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊടാൻ അവന്റെ വലത്തേ കൈ ഉണ്ടാകരുത്. പോക്സോ കേസ് പ്രതിയായ ഇംഗ്ലീഷ് അധ്യാപകനാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. നിരവധി പോക്സോ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കൊച്ചിയിലെ വസതിയിൽ നിന്നുമാണ് ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ വലത് കൈ ആരോ മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. വീട്ടിൽ ആക്രമണം നടന്നതിന് ലക്ഷണങ്ങളുണ്ടെന്നും പോലീസ് പറയുന്നു. നീ പറ, ഈ സാറിന് എന്താ ചെയ്തേ? എനിക്ക് അറിഞ്ഞൂടാ. അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് വട്ടേറ്റി ഞാൻ അയാളുടെ വീട് വരെ പോയതാ. പക്ഷെ അയാൾ അവിടെ ഒന്നും കണ്ടില്ല. ഇതൊക്കെ വേറെ ആർക്കെങ്കിലും അറിയാമോ? പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാമോ? അത് ദൈവത്തിന്റെ ക്രോധത്തിൽ വിട്ടേക്കും. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് വരുന്ന ചെയ്യുന്നു. അയാളുടെ പോലീസിനും എന്തെങ്കിലും കിട്ടിയെന്നല്ലേ പറഞ്ഞു? എന്നിട്ട് അതെന്താ? കുട്ടിക്കാലിൻ്റെ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ടോ? പെട്ടെന്ന് ഇനിയും പിന്നെ ഇരുത്തി സൈക്കിൾ ഓടിക്കാൻ പോയിട്ട് ബ്രേക്ക് കിട്ടാതെ മറിഞ്ഞിങ്ങണ സംഭവം. സൈക്കിൾ അവൻ്റെ മേലെ വീണിട്ടും നെറ്റി പൊട്ടി ചോരടിച്ചിട്ടും അവൻ്റെ വിഷമം നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്നായിരുന്നു. ചിലപ്പോൾ നിന്റെ ദേഹത്ത് തൊട്ടതിൻ്റെ പേരിൽ ആ മനുഷ്യനിപ്പോൾ പശ്ചാത്തലിക്കുന്നത്. Geçmiş olsun. Teşekkür ediyorum.
പോക്സോ കേസിലെ പ്രതിയായ സാറിനെ കിട്ടിയിട്ടുണ്ട്. പോക്സോ നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലത് കൈ മുറിച്ച് മാറ്റപ്പെട്ട നിലയിലാണ്. മെസ്സേജ് ക്ലിയർ ആണോ?